പോലീസിന്റെ ശക്തമായ അകമ്പടിയോടുകൂടിയും കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലുമാണ് ഇപ്പോൾ പി വി അൻവറിന്റെ വാഹനം മുന്നോട്ട് പോകുന്നത്. സി കെ വിജയൻ കൂടി ചേരുന്നുണ്ട്. സി കെ, അപ്രതീക്ഷിതമായിട്ടായിരുന്നോ ഇന്നിപ്പോൾ ഈ ഉണ്ടായ അറസ്റ്റ്? അത് പി വി അൻവർ പോലും ചിന്തിച്ചിരുന്നില്ലായിരിക്കണം അല്ലേ? കാരണം ഇന്നത്തെ ദിവസം ആ പ്രതിഷേധം കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അവസാനിച്ചു. ഒരു MLA പാതിരാത്രിയിൽ കയറി ഇങ്ങനെ പെട്ടെന്ന് വളഞ്ഞൊരു സംഭവം പി വി അൻവർ പ്രതീക്ഷിച്ചിരുന്നോ? സമയവും അദ്ദേഹം ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായി പിടിക്കപ്പെടും എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മുൻവിധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ എല്ലാം തന്നെ താൻ ഏത് സമയവും ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായി പിടിക്കപ്പെടും എന്നും തന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പലതവണ പലയിടങ്ങളിൽ നിന്നായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് രാവിലെ ഉണ്ടായ ആ പ്രതിഷേധങ്ങൾ, അതിന്റെ ഭാഗമായി ഓഫീസിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ, ഓഫീസിലെ ഫർണിച്ചറുകളും മറ്റും അടിച്ചു തകർക്കുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ ആവാനാണ് കൂടുതൽ സാധ്യത. കാരണം അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി CPM-ന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ മിഷനറിയുടെ ജൈവഘടന എന്നത് കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാകും. അതിനകത്തുള്ള നേതാക്കന്മാർ എങ്ങനെയാണ് ചിന്തിക്കുക, എങ്ങനെയാണ് അവർ അധികാരം ഉപയോഗപ്പെടുത്തുക, എങ്ങനെയാണ് അധികാരത്തെ അവർ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക, അതിന് എന്തെല്ലാം സാധ്യതകളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വാഭാവികമായും ലഭിച്ചിട്ടുണ്ടാകണം. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരു സർക്കാർ എന്ന രീതിയിലല്ല CPM പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ മിഷണറികൾ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയും രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും രാഷ്ട്രീയ എതിരാളികളെ തകർക്കുന്നതിന് വേണ്ടിയും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നത് മറ്റേത് പാർട്ടിയെക്കാളും കൂടുതൽ അറിയാവുന്ന ഒരു പാർട്ടിയാണ് CPM. നമുക്ക് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ ഗൺമാൻ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ് ആലപ്പുഴയിൽ നടത്തിയ അക്രമം നമ്മൾ കണ്ടതാണ്. അവിടെ ഇറങ്ങി ഒരു കാരണവശാലും സ്വാഭാവികമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അദ്ദേഹം ചാടി ഇറങ്ങുന്നു. മുന്നിലുണ്ടായിരിക്കുന്ന പ്രതിഷേധക്കാരെ, കൂടെയുണ്ടായിരിക്കുന്ന ഗവൺമെന്റ്മാരുടെ അല്ലെങ്കിൽ കമാൻഡോകളുടെ കയ്യിൽ നിന്നും ലാത്തി വാങ്ങി അടിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി കോടതി പറഞ്ഞിട്ട് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് മറ്റാരേക്കാളും നന്നായി CPM എങ്ങനെയാണ് രാഷ്ട്രീയ അധികാരങ്ങൾ അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് പി വി അൻവർ. അതുകൊണ്ട് ഏത് സമയവും താനൊരു കെണിയിൽ പെടും എന്നൊരു ബോധം അദ്ദേഹത്തിനുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ സംഭവം ഇത്ര രാത്രിയോടുകൂടി തന്നെ ഇത്ര പെട്ടെന്നുകൊണ്ട് തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം കരുതിയിരിക്കുമോ എന്ന് അറിയില്ല. പക്ഷെ ഏതായാലും അൻവർ പ്രതീക്ഷിച്ചതല്ലെങ്കിൽ കൂടി പി വി അൻവർ ഇപ്പോൾ ജയിലിന്റെ കവാടത്തിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ഏതായാലും ഏറ്റവും കുറഞ്ഞത് ഇന്ന് രാത്രിയെങ്കിലും പി വി അൻവർ തടവറക്കുള്ളിൽ കഴിയേണ്ടി വരും. അപ്പം CK നേരത്തെ പറഞ്ഞല്ലോ, ഈ അണികളൊക്കെ എടുക്കുന്ന അവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ, കാരണം അവരെ സംബന്ധിച്ചോളം അവരും പറയുന്നത്, കാരണം ചെറിയ തോതിലൊക്കെ തന്നെ ഒരു ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ടെങ്കിലും പി വി അൻവർ നടത്തിയ പ്രതികരണം എന്താണ്? കാരണം മറ്റൊരു രീതിയിലും പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനില്ല, താൻ ആദ്യം തന്നെ നിയമത്തിന് തന്നെ വഴങ്ങുകയാണ്. അപ്പോൾ തുടക്കത്തിലെ ഒരു തന്ത്രം ഇക്കാര്യത്തിൽ തൻ്റെ നിലപാടിൽ സ്വീകരിക്കണമെന്ന് പി വി അൻവറിന് തോന്നിയിരിക്കുമോ? കാരണം പോലീസ് വന്നപ്പോൾ തന്നെ എല്ലാ നടപടികളുമായി സഹകരിക്കുന്നു. പിന്നീട് നടത്തിയ പ്രതികരണങ്ങൾ, ഒരു വേള അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പം കടന്നുപോയി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം മാതൃഭൂമി ന്യൂസിൻ്റെ മൈക്കിന് മുന്നിലാണ് അദ്ദേഹം നടത്തിയത്. കാരണം ഒരു മുസ്ലിം വിരുദ്ധ നിലപാടാണ് പിണറായിയുടെ, ആ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് തനിക്ക് അറസ്റ്റ് വരിക്കേണ്ടി വന്നത് എന്ന്. അപ്പോൾ പിന്നീട് അതൊഴിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രതികരണങ്ങൾ കാണുമ്പോഴും വളരെ തീക്ഷ്ണമായി തന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇരവാദം, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ഇരവാദം ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ CK? കേവലമായി ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു അറസ്റ്റിന്റെ മുന്നിൽ നിൽക്കുന്ന പി വി അൻവറിനെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാധ്യമ പ്രവർത്തകരെ നിരന്തരം പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ഒരു ചരിത്രം പി വി അൻവർക്കുണ്ട്. CPM-ന്റെ ചട്ടുകമായി പ്രവർത്തിച്ച ഒരു പി വി അൻവർ നമ്മളുടെ മുന്നിലുണ്ട്. എന്തിന് ഈ അദ്ദേഹത്തിന്റെ പാർക്കുകൾ, ഭൂമി കയ്യേറ്റം, സ്ഥലം കയ്യേറ്റം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേസ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ പി വി അൻവർ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന ചരിത്രം നമ്മൾക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് പി വി അൻവറിനെ ഏതെങ്കിലും ഒരു രീതിയിൽ അളന്ന് കുറക്കാനോ, അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്നത് വളരെ ഇന്നസെന്റ് ആയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
നമ്മൾ പക്ഷെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ PV അൻവറിന്റെ ഭാഗത്താണ് കുറെ കൂടി മെറിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. അല്ലാതെ PV അൻവർ എന്ന് പറയുന്നത് തികച്ചും പൂർണ്ണ ബുദ്ധിയുള്ള, കൗശലക്കാരനായ, രാഷ്ട്രീയ പാരമ്പര്യമുള്ള, രാഷ്ട്രീയം നടത്താൻ ശേഷിയുള്ള, അതിനനുസരിച്ചുള്ള സാമ്പത്തിക പിൻബലമുള്ള, അതിനനുസരിച്ചുള്ള ആൻസിസ്ട്രൽ ഹിസ്റ്ററിയുള്ള അല്ലെങ്കിൽ പാരമ്പര്യം പോലും ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പല പല ഡയമെൻഷനുകൾ, പല പല രീതികൾ, പലതരം മാനറിസങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ട്. അതൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ അത് ഏതൊക്കെ രീതിയിൽ പ്രയോഗിക്കും എന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാൻ വേണ്ടി കഴിയും. ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ന്യായീകരണ വിഭാഗത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കുക. ഏതെങ്കിലും രീതിയിൽ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ അവർക്കെതിരെ ഇട്ട പോസ്റ്റുകൾ നോക്കുക. കേരളത്തിൽ ഒരുപക്ഷെ ഒരു MLAക്ക് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വിഭാഗം പ്രത്യേകമായി പ്രവർത്തിക്കുന്ന, ന്യായീകരിക്കുന്നതിന് വേണ്ടിയും ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും എതിരാളികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയും പ്രത്യേകം സാമൂഹിക മാധ്യമ വിഭാഗം പോലുമുള്ള ഒരു ആദ്യത്തെ MLA ആയിരിക്കും PV അൻവർ. അതൊക്കെ അദ്ദേഹത്തിന്റെ മറ്റ് തലങ്ങളിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ വിഷയം അതല്ല. ഈ വിഷയം എന്ന് പറയുന്നത് PV അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, പൊതുപ്രവർത്തകനെ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്ന് വൈകുന്നേരം മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതലുണ്ടായ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായും പിന്തുണയ്ക്കേണ്ട ധാർമ്മിക ബാധ്യത ഈ പൊതുസമൂഹത്തിനുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അതിൽ PV അൻവർ പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ പൊതുസമൂഹത്തിന്റെ വികാരം ചേർന്ന് നിൽക്കുന്നത് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ